എക്സാമിനോട് അടുപ്പിച്ച് നമുക്ക് 20 മാർക്ക് സൈക്കോളജിക്ക് ഉറപ്പായിട്ടും സാറിൻ്റെ ക്ലാസ് കണ്ടിട്ട് പോയാൽ ഉറപ്പായിട്ടും നമുക്ക് കിട്ടുമായിരുന്നു. പ്രത്യേകിച്ച് ഒരു സ്ട്രാറ്റജി ഇല്ലാതിരുന്ന എനിക്ക് ഒരു സ്ട്രാറ്റജിയോടുകൂടി ഒരു സ്റ്റഡി പ്ലാനോടുകൂടി ഇതിലേക്ക് വരാൻ കൂടുതൽ സഹായിച്ചത് നാസിം സാർ തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലായിരുന്നു, എൻ്റെ സ്കോറിംഗ് സബ്ജക്റ്റ് സൈക്കോളജിയും സയൻസ് മാത്സ് ഒക്കെ ആയിരുന്നു. കാരണം സൈക്കോളജി അത്രത്തോളം പക്കയായിരുന്നു. എനിക്ക് LPSTക്ക് ഈ ഒരു ഉന്നതമായ റാങ്ക് തന്നെ ലഭിക്കാൻ കാരണം സാറിൻ്റെ ചിട്ടയായ പഠന സ്ട്രാറ്റജി കൊണ്ട് തന്നെയാണ്. നമസ്കാരം, എൻ്റെ പേര് കാർത്തിക രാജ്. ഞാൻ കൊല്ലം ജില്ലയിലെ അഞ്ചൽ സ്വദേശിനിയാണ്. കഴിഞ്ഞ LPST തൃശ്ശൂർ ജില്ലയിൽ 14 റാങ്ക് കരസ്ഥമാക്കി അഡ്വൈസ് ലഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അപ്പോയിൻമെൻറ്റിന് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുന്നു. എൻ്റെ LPUP ജേണി ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് DLEDന് ശേഷമാണ്. അതായത് LPUP നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം എങ്ങനെ തുടങ്ങണം എന്നുള്ളൊരു ആശങ്കയിൽ നിൽക്കുമ്പോഴാണ് നാസിം സാറിൻ്റെ എൻട്രിയിലുള്ള ഗോൾഡ് ബാച്ചിനെ കുറിച്ച് ഞാൻ അറിയുന്നത്. അപ്പോൾ അതിൽ തന്നെ എൻറോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നാസിം സാർ സൈക്കോളജിയാണ് അവിടെ കൈകാര്യം ചെയ്യുന്നതെന്ന് അറിഞ്ഞു. അപ്പോൾ സൈക്കോളജിയെ സംബന്ധിച്ച് ഞാൻ DLEDനാണ് ആദ്യമായിട്ട് സൈക്കോളജി പഠിക്കുന്നത്. വളരെ ടഫായിട്ടുള്ള, കുറച്ച് അധികം സ്ട്രഗിൾ അനുഭവിക്കുന്ന ഒരു സബ്ജക്റ്റായിട്ട് എനിക്ക് ഈ സൈക്കോളജി തോന്നിയത്. അപ്പോൾ ആ സമയത്ത് ഒരു പരിചയമില്ലാത്തൊരു വിഷയം പോലെയാണ് എനിക്ക് DLEDൻ്റെ സമയത്ത് ഈ സൈക്കോളജി തോന്നിയത്. അപ്പോൾ സൈക്കോളജിക്ക് ഒരു മെൻറ്റർ ആവശ്യമുണ്ട് എന്നുള്ളൊരു തോന്നലിലാണ് സാറിൻ്റെ സൈക്കോളജി ക്ലാസ്സുകളിലേക്ക് ഞാൻ കടക്കുന്നത്. വളരെ ഏർലി മോർണിംഗ് സെഷനിലുള്ള 4 AM സെഷൻസ് സാറിനുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. സാർ ഒരു സൈക്കോളജി അധ്യാപകൻ എന്നതിലുപരി നമുക്ക് എല്ലാ തരത്തിലും എല്ലാ വിഷയങ്ങൾക്കും ഡൗട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരാൾ കൂടിയാണ്. കാരണം സാറും ഈ ഒരു മേഖലയിൽ നിന്നൊക്കെ തന്നെ ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമുകളൊക്കെ എഴുതി നല്ലൊരു ഉന്നത ഉദ്യോഗസ്ഥനായി ഇരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എന്നെ പോലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എന്താണ് വേണ്ടതെന്നുള്ള വ്യക്തമായിട്ടുള്ളൊരു ധാരണ സാറിനുണ്ട്. സൈക്കോളജി മാത്രമല്ല, എല്ലാ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഡൗട്ട്സും സാറിനോട് ചോദിക്കാൻ പറ്റും. സാറിന് നല്ല ധാരണയുണ്ട് എല്ലാ വിഷയങ്ങളെക്കുറിച്ചും. ഇപ്പോൾ ഓഫ്ലൈൻ ക്ലാസ്സുകളിലൊക്കെ സാറ് എന്നെ ഒരുപാട് തരത്തിൽ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡൗട്ട്സ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഹെസിറ്റേഷൻ ഉണ്ടാകും. അതായത് സാറിൻ്റെ കൂടെ ഏത് ഡൗട്ട്സ് ചോദിക്കണം എന്നൊക്കെയുള്ള, അതായത് ഇപ്പോൾ ഒരു വിഷയം മാത്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സോഷ്യൽ ആയിക്കോട്ടെ, അപ്പോൾ ഈ ഒരു വിഷയങ്ങളിലൊക്കെ നമുക്കൊരു ഹെസിറ്റേഷൻ ഉണ്ടായിരിക്കും. സാറിനോട് എങ്ങനെ ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കും, എൻ്റെ ചോദ്യം, അപ്പോൾ ജഡ്ജ്മെൻ്റൽ ഫിയർ ഉണ്ടാകും. അതായത് സാർ എന്ത് വിചാരിക്കും, എൻ്റെ ചോദ്യം ശരിയായിരിക്കുമോ എന്നൊക്കെ. പക്ഷെ അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള ചിന്തകളും വെക്കേണ്ട കാര്യമില്ല. സാർ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എന്താണോ ആവശ്യപ്പെട്ടത്, പഠനകാര്യങ്ങളിൽ നമുക്ക് എന്താണോ വേണ്ടത്, അത് സാർ കൃത്യമായിട്ട് പറഞ്ഞു തരുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് ഒരു സ്ട്രാറ്റജി ഇല്ലാതിരുന്ന എനിക്ക് ഒരു സ്ട്രാറ്റജിയോടുകൂടി ഒരു സ്റ്റഡി പ്ലാനോടുകൂടി ഇതിലേക്ക് വരാൻ കൂടുതൽ സഹായിച്ചത് നാസിം സാർ തന്നെയാണ്. അതായത് എടുത്തു പറയേണ്ട കാര്യം ഇവരുടെ മോക്ക് ടെസ്റ്റുകളാണ്. സാർ ഈ PSCയുടെ അതേ മാതൃകയിൽ തന്നെ അത്രത്തോളം ടഫ്നെസ്സോടുകൂടി തന്നെ സാർ മോക്ക് ടെസ്റ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. OMR എക്സാംസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റുകളുണ്ട്. അതുകൂടാതെ ടോപ്പിക് വൈസ് സെക്ഷൻ മോക്ക് ടെസ്റ്റുകൾ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലായിരുന്നു, എൻ്റെ സ്കോറിംഗ് സബ്ജക്റ്റ് സൈക്കോളജിയും സയൻസ് മാത്സ് ഒക്കെ ആയിരുന്നു. കാരണം സൈക്കോളജി അത്രത്തോളം പക്കയായിരുന്നു. എക്സാമിനോട് അടുപ്പിച്ച് നമുക്ക് 20 മാർക്ക് സൈക്കോളജിക്ക് ഉറപ്പായിട്ടും സാറിൻ്റെ ക്ലാസ് കണ്ടിട്ട് പോയാൽ ഉറപ്പായിട്ടും നമുക്ക് കിട്ടുമായിരുന്നു. ഈ ഒരു മികച്ച റാങ്ക് എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയത്, അതായത് സ്കോറിംഗ് സബ്ജക്റ്റ് പഠിക്കണം, അത് കോൺഫിഡൻ്റ് ആയിരുന്നു. അതോടൊപ്പം തന്നെ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള സബ്ജക്റ്റുകളുണ്ടായിരുന്നു. ഇംഗ്ലീഷ്, മലയാളം, അതുപോലെ തന്നെ സൈക്കോളജിയിലെ പാർട്ട് B ആയിട്ടുള്ള കരിക്കുലം, മെത്തഡോളജിയൊക്കെ. അപ്പോൾ ആ ഭാഗം നമ്മൾ എന്തായാലും പഠിക്കേണ്ടത് തന്നെയാണ്. സ്കോറിംഗ് സബ്ജക്റ്റുകളോടൊപ്പം തന്നെ ഇതും നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ട് പോകേണ്ട ഒന്ന് തന്നെയാണ്. അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ എന്നെ സഹായിച്ചത് നാസിം സാറിൻ്റെ PYQ, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുക, അത് വീണ്ടും നമ്മളെടുത്ത് പഠിക്കുക. എനിക്ക് LPSTക്ക് ഈ ഒരു ഉന്നതമായ റാങ്ക് തന്നെ ലഭിക്കാൻ കാരണം സാറിൻ്റെ ചിട്ടയായ പഠന സ്ട്രാറ്റജി കൊണ്ട് തന്നെയാണ്. നമുക്ക് സ്കോറിംഗ് സബ്ജക്റ്റുകളൊക്കെ നമുക്ക് കോൺഫിഡൻ്റ് ആക്കി മാറ്റാൻ പറ്റും. അത് കോൺഫിഡൻറ്റോടുകൂടി പഠിച്ചാൽ നമുക്ക് മാർക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. എന്നാൽ ഈ പാർട്ട് B ആയിട്ടുള്ളത് ഈ മെത്തഡോളജി, കരിക്കുലം, ഇതൊക്കെ കുറച്ച് പഠിക്കാനും ഓർമ്മയിൽ നിൽക്കാനും ഒക്കെ പാടുള്ള സബ്ജക്റ്റുകളായിരുന്നു. അപ്പം നമ്മൾ PYQ എടുത്ത് പഠിക്കുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിന്യൂസ് ആയിട്ട് ഡിസ്കസ് ചെയ്യുക, അത് സാർ വളരെ ഭംഗിയായിട്ട് നടത്തിയിട്ടുണ്ട്. പിന്നെ സാർ അതിനനുസരിച്ചുള്ള മോക്ക് ടെസ്റ്റുകൾ തയ്യാറാക്കി നമുക്ക് തന്നിട്ടുണ്ട്. അത് വളരെ വ്യക്തമായിട്ട് ഓരോ സബ്ജക്റ്റും ഓരോ ക്വസ്റ്റ്യൻസ് വളരെ വിശദമായിട്ട് പറഞ്ഞു തന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത്തരം സബ്ജക്റ്റുകളുടെ പഠനം വളരെ സാർ മുഖാന്തരം വളരെ സുഗമമായി തന്നെ എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് നമ്മുടെ ബാച്ചിലുള്ള എല്ലാവർക്കും അങ്ങനെ തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. സ്കോറിംഗ് സബ്ജക്റ്റുകളോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഡിഫിക്കൽട്ട് സബ്ജക്റ്റുകളും നമ്മൾ പഠിച്ച് മുന്നോട്ട് വരേണ്ടതായിട്ട് തന്നെ ഉണ്ട്. അതാണ് നമ്മുടെ ഈ ഒരു LPSA മാർക്കിനെ ബേസ് ചെയ്യുന്ന കാര്യം. ഇനി വരാൻ പോകുന്ന LPSA എഴുതാനിരിക്കുന്നത് 3 തരത്തിലുള്ള ആൾക്കാരാണ്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്.
അതായത് ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഇപ്പോൾ DLED ഒക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ മറ്റ് അധ്യാപന കോഴ്സുകളൊക്കെ കഴിഞ്ഞ് LP-UP എക്സാം എഴുതാം എന്നുള്ള ഉദ്ദേശത്തിലിരിക്കുന്ന ഒരു കാറ്റഗറി. അടുത്തൊരു കാറ്റഗറി കഴിഞ്ഞ നമ്മളോടൊപ്പം ഉള്ള എക്സാമുകളൊക്കെ എഴുതി കിട്ടാതെ വളരെ നിരാശരായിരിക്കുന്ന രണ്ടാമത്തെ കാറ്റഗറി. മൂന്നാമത്തെ ഒരു കാറ്റഗറി ഉണ്ട്, ഏജ് റിലാക്സേഷനൊക്കെ കിട്ടി എന്നാൽ ഇനി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിരിക്കുന്ന, ഇത്രയും നാളും ഇനി ഒന്നും ചെയ്തിട്ട് കാര്യമില്ല, PSC നോക്കിയിട്ട് കാര്യമില്ല, ഏജ് കഴിഞ്ഞു പോയി എന്ന് ചിന്തിച്ചിരിക്കുന്ന ആൾക്കാർ ഇപ്പോൾ ഏജിൻ്റെ ആനുകൂല്യമൊക്കെ ലഭിച്ച് അപ്പോൾ എന്നാലൊന്നും ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിക്കുന്ന അടുത്തൊരു കാറ്റഗറി. ഈ 3 ആൾക്കാരോടായിട്ട് എനിക്ക് പറയാനുള്ളത്, പരിശ്രമിക്കണം. കാരണം LP-UP നമ്മൾ ഈ കോഴ്സ് പഠിച്ചിരിക്കുന്നത് എന്തിനാ? ഒരു ജോലി നേടുക എന്നുള്ളതാണ്. ഏത് ജോലി? അധ്യാപന ജോലി തന്നെ നേടണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനു വേണ്ടി പരിശ്രമിക്കണം. ഇനി വരുന്ന LP-UP നിങ്ങളുടേതാണ് എന്ന് തന്നെ വിചാരിക്കുക. എൻ്റെ ഈ ഒരു LP-UP ജേർണിയിൽ നിന്ന് തന്നെ ഞാൻ പറയട്ടെ, ഒരു സ്ട്രാറ്റജിയോ ഒരു ഫോക്കസോ ഒന്നും ഇല്ലാതിരുന്ന എനിക്ക് ഇത്രയും നല്ലൊരു പ്ലാറ്റ്ഫോമിൽ നിന്ന് പഠിച്ചുകൊണ്ട് നല്ലൊരു മെൻറ്ററിൻ്റെ സഹായത്തോടെ, നാസിം സാർ എന്ന് പറയുന്ന ഒരു മെൻറ്ററിൻ്റെ സഹായത്തോടു കൂടി എനിക്ക് ഈ ഒരു ലെവലിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചുവെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കും എത്തിപ്പെടാൻ സാധിക്കും. നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. LP-UP നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പഠിക്കാനായിട്ടിരിക്കരുത്. അതിനു മുമ്പ് തന്നെ നിങ്ങൾക്ക് വ്യക്തമായൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കണം, വ്യക്തമായൊരു പഠന രീതി ഉണ്ടാകണം, സമയം മാനേജ് ചെയ്ത് പോകാനുള്ളൊരു കഴിവുണ്ടാകണം. അപ്പോൾ ഇതൊക്കെ നമുക്ക് നേടിയെടുക്കണമെങ്കിൽ ഇതിനു മുമ്പേ തന്നെ, നോട്ടിഫിക്കേഷനൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ പഠിച്ചു തുടങ്ങണം. അപ്പോൾ എൻ്റെ അനുഭവം വെച്ചിട്ട് പറയുകയാണ്, വളരെ നല്ലൊരു ധാരണയോടുകൂടി കിട്ടുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകൂ. വരുന്ന LP-UP എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാവരോടുമായി പറയുകയാണ്, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടുമായി പറയുകയാണ്, നിങ്ങൾക്ക് വിജയം ഉറപ്പായിട്ട് ലഭിക്കുകയും തന്നെ ചെയ്യും. പരമാവധി പരിശ്രമിക്കുക. എല്ലാ വിജയാശംസകളും നേരുന്നു. വളരെ നന്നായി പഠിക്കാൻ ശ്രമിക്കുക, കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കാൻ ശ്രമിക്കുക, സമയം കണ്ടെത്തുക. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും സമയം കണ്ടെത്തി വിജയത്തിലേക്ക് തന്നെ ഞാൻ എത്തിച്ചേരും. നല്ലൊരു ജോലിയാണിത്. തീർച്ചയായും എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കാർത്തികയുടെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. താൻ കുട്ടിക്കാലം മുതലേ സ്വപ്നം കണ്ട തൻ്റെ ചിരകാല അഭിലാഷം ഇതാ സാക്ഷാത്കരിക്കാൻ പോവുകയാണ്. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂർ ജില്ലയുടെ ഏറ്റവും പുതിയ അധ്യാപികയായി എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി ജോയിൻ ചെയ്യാൻ പോവുകയാണ്. എൻ്റെ എല്ലാ സഹപ്രവർത്തകരുടെയും ആശംസകളും പ്രാർത്ഥനയും എന്നും ഞങ്ങളുടെ കുട്ടിയോടുണ്ടായിരിക്കും. ഓൾ ദ ബെസ്റ്റ്.